നവരും അൾത്താരമുന്നിലണയാം കാൽവരിയാഗത്തിൻ ഓർമ്മയുമായി ഇതാ പള്ളിമണികൾ മുഴങ്ങി, ഇതാ ദേവാലയം ഒരുങ്ങി. അധ്വാനിക്കുന്നവരും ഭാരത്താൽ വലയുന്നവരും അൾത്താരമുന്നിലണയാം കാൽവരിയാഗത്തിൻ ഓർമ്മയുമായി. നിരനിരയായി നിൽക്കാം, പ്രാർത്ഥനയേറ്റു ചൊല്ലാം, കുർബാന ഗീതങ്ങൾ പാടാം. ഒരേ സ്വരത്തിലൊന്നായി ഹൃദയങ്ങളെ കഴുകിയിടുവാൻ വരുവിൻ, വിശുദ്ധ ജനമാകാം. ഹൃദയങ്ങളെ കഴുകിയിടുവാൻ വരുവിൻ, വിശുദ്ധ ജനമാകാം. ഇതാ പള്ളിമണികൾ മുഴങ്ങി, ഇതാ ദേവാലയം ഒരുങ്ങി. അധ്വാനിക്കുന്നവരും ഭാരത്താൽ വലയുന്നവരും അൾത്താരമുന്നിലണയാം കാൽവരിയാഗത്തിൻ ഓർമ്മയുമായി, കാൽവരിയാഗത്തിൻ ഓർമ്മയുമായി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ രൂപീകരിക്കുവാൻ സാധിക്കുക. ജീവിക്കുന്ന ഈ സാഹചര്യങ്ങളും നമുക്കുണ്ടെന്ന് നാം പലപ്പോഴും അവകാശപ്പെടുന്ന സന്തോഷത്തിൻ്റെ ഈ അവസ്ഥകളും സങ്കടത്തിൻ്റെ അവസ്ഥകളുമൊക്കെ കടന്നു പോകും. ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് ദൈവത്തിങ്കിലേക്ക് ചേർന്ന് നിൽക്കുവാൻ സാധിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും നാം ചെയ്യുന്ന കാര്യങ്ങൾ, നാം പറയുന്ന കാര്യങ്ങൾ, കാണുന്ന നമ്മുടെ സ്വപ്നങ്ങൾ, ഇവയ്ക്കെല്ലാം സ്നേഹവുമായി ബന്ധമില്ല എങ്കിൽ അവയ്ക്ക് അർത്ഥമില്ല. സ്നേഹവുമായി നാം ചെയ്യുന്ന കാര്യങ്ങൾക്ക് ദൈവികമായ ആഴം കണ്ടെത്തുവാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ ഇവയ്ക്കൊന്നും അർത്ഥമില്ല. സഭയിലെ ആദ്യത്തെ സ്ത്രീ വേരപാതങ്കതയായ വിശുദ്ധ അമ്മ ത്രേസ്യായുടെ തിരുനാളിന്ന് ആഘോഷിക്കുമ്പോൾ എപ്രകാരം ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താമെന്നുള്ള ഒരു വഴി അവൾ പറഞ്ഞു തരികയാണ്. ദൈവികമായ കാഴ്ചപ്പാടുകളുമായി ജീവിക്കുമ്പോൾ ഒരു മനുഷ്യൻ സഭയുടെ മകനോ മകളോ ആയി തൻ്റെ ബോധ്യത്തിലേക്ക് വളരാൻ തുടങ്ങുമ്പോൾ ജീവിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു ദൈവികമായ മുഖം കൊടുക്കുവാൻ സാധിക്കും. ആ ജീവിതം സ്നേഹത്തിൽ അധിഷ്ഠിതമായി മാറുമ്പോൾ സ്നേഹിക്കുന്നത് ദൈവത്തെ മാത്രമല്ല, തൻ്റെ ചുറ്റുപാടുമുള്ള സർവ്വതിനെയും സ്നേഹിക്കുവാനും ആ സ്നേഹത്തിന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവികമായ മുഖം കൊടുക്കുവാനും സാധിക്കുമ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്ന സന്തോഷകരമായ നിമിഷങ്ങളും സങ്കടകരമായ നിമിഷങ്ങളും രോഗാവസ്ഥകളും ജീവിതത്തിലുള്ള മോശമായ സാഹചര്യങ്ങളും ഇതെല്ലാം കടന്നു പോകും. ഇതിനപ്പുറത്തേക്ക് തമ്പുരാൻ മാത്രമുണ്ടെന്നുള്ള ബോധ്യം, അവസാനം തമ്പുരാൻ മാത്രം മതി എന്നുള്ള ബോധ്യം, ഇതാണ് ജീവിതം. ഈ ബലി നാം ഇന്ന് അർപ്പിക്കുമ്പോൾ പ്രത്യേകമായി പ്രാർത്ഥിക്കാം. കർമ്മലീത്ത സഭയെ നവീകരിച്ച, ജീവിതത്തിൽ അർത്ഥങ്ങളുണ്ടാകണമെന്ന് സന്യസ്തർക്ക് വ്യക്തതയോടുകൂടി പറഞ്ഞു കൊടുത്ത, ജീവിച്ച് കാണിച്ചു കൊടുത്ത, ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോഴും എപ്രകാരം ജീവിക്കണമെന്ന് കൃത്യതയോടുകൂടി എഴുതി വെച്ച് കടന്നുപോയവൾ അവളുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രത്യേകിച്ചും എല്ലാ കർമ്മലീത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാം.
കർമ്മലീത ആധ്യാത്മികത സ്വീകരിച്ചിട്ടുള്ള എല്ലാ സന്യാസ സമൂഹങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. സാധിക്കണം നമുക്കും ദൈവത്തെ സർവത്തിൻ്റെയും അടിസ്ഥാനമായി കാണുവാൻ, സാഹചര്യങ്ങൾക്കപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുവാൻ, ആ സ്നേഹത്തിൽ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ബോധ്യത്തിലേക്ക് നാം വളരുമ്പോൾ ദൈവത്തിങ്കിലേക്ക് ഒന്നായി തീരുവാനും മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധങ്ങളിലും സംസർഗങ്ങളിലും സ്നേഹത്തെ ദൈവികമായ അടിസ്ഥാന കാര്യമായി കാണുവാനും, തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകമായി നമ്മുടെ ജീവിതത്തിൽ സർവവും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനും ജീവിക്കുവാനും ശ്രമിക്കുമ്പോൾ അവ സ്വാർത്ഥപരമായ ചിന്തകളോടും ലക്ഷ്യത്തോടും കൂടിയാണെങ്കിൽ അതുമൂലം മറ്റുള്ളവർക്ക് തിന്മകൾക്കും സങ്കടങ്ങൾക്കും മാനസികമായ അസ്വസ്ഥതകൾക്കും നാം കാരണങ്ങളായി തീർന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് സ്ഥാനം കൊടുക്കാതെ ദൈവസ്നേഹമാണെന്നുള്ള രീതിയിൽ മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ മാപ്പപേക്ഷിക്കാം. നമ്മുടെ സാഹചര്യത്തിൽ പ്രത്യേകമായിട്ടും ദൈവാലയങ്ങളും ദൈവമുണ്ടെന്ന് പറയുന്നിടങ്ങളുമൊക്കെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെ കാണുമ്പോഴും ഉള്ളതെല്ലാം നഷ്ടമാണെന്ന് മനുഷ്യൻ തിരിച്ചറിയുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ നാം ജീവിക്കുമ്പോഴും ഈ തിരിച്ചറിവിലൂടെ ദൈവികതയിലേക്ക്, ദൈവത്തിങ്കിലേക്ക് വരുവാനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. എല്ലാം കടന്നു പോകും, എനിക്കെൻ്റെ ദൈവം മാത്രം മതി, അവൻ മാത്രം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും സ്നേഹത്തിൻ്റെ ദൈവികമായ അടിസ്ഥാനം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. മാപ്പപേക്ഷിക്കാം. വീഴ്ചകൾക്ക് ദൈവത്തിനോട്, നമ്മുടെ കൂടെയുള്ളവരോട്, നമ്മുടെ സമൂഹത്തോട് തെറ്റുകളേറ്റ് പറഞ്ഞ് ദൈവമേ നന്മയിലേക്ക്, പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധമായ ബലി നമുക്കൊന്ന് ചേർന്നർപ്പിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലും നീവർ താഴ്മയാ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവ്വശക്തനാം ദൈവമേ, ആദനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസൂനുവേ, കർത്താ
കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ, ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ. നാഥനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങളുടെ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമാഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായും ഇനി ബലിനാം അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ മറ്റുമ്മൽ അലക്സാണ്ടർ, ഇരിങ്ങോലിൽ ദീപക്, കടുങ്ങാമ്പറമ്പിൽ ജോർജ് പീറ്റർ, പുത്തൻചക്കാലത്തിൽ കുടുംബത്തിൽ മരിച്ചു പോയിട്ടുള്ള എല്ലാ ആത്മാക്കളെയും, ഇലവങ്കൽ കുടുംബത്തിൽ മരിച്ചു പോയിട്ടുള്ള എല്ലാ ആത്മാക്കളെയും പ്രത്യേകമായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ കോവിഡ് ബാധിച്ച് ആശുപത്രിയിലായിരിക്കുന്ന എല്ലാ രോഗികളെയും പ്രത്യേകമായി ഓർക്കാം. ദൈവമേ, ഏറ്റവും ശക്തമായ താങ്ങായി നീ അവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രത്യേകമായി അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും. സ്നേഹവാനായ പിതാവേ, തിരുസഭയ്ക്ക് പരിപൂർണതയുടെ മാർഗം കാണിച്ചു കൊടുക്കുവാൻ അങ്ങയുടെ രൂപിയിൽ ഞങ്ങളുടെ അമ്മയായ ആവിലാല വിശുദ്ധാമ്മ ത്രേസ്യയെ പ്രാപ്തയാക്കിയല്ലോ. ഈ വിശുദ്ധിയുടെ നിവേശിത പ്രബോധനം യഥാർത്ഥമായ വിശുദ്ധിക്കായുള്ള തീവ്രമായ ആഗ്രഹം ഞങ്ങൾ ഉണർത്തുവാനിടയാക്കുമാറാകട്ടെ. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായി ഈശോ മിശിഹാ വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അങ്ങ് കേട്ടരുളേണമേ. വിജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാനചൈതന്യം എനിക്ക് ലഭിച്ചു. ചെങ്കോലിലും സിംഹാസനത്തെക്കാളും അധികം അവളെ ഞാൻ വിലമതിച്ചു. അവളോട് തുലനം ചെയ്യുമ്പോൾ ധനം നിസ്സാരമാണെന്ന് ഞാൻ കണക്കാക്കി. അനർഘരത്നവും അവൾക്ക് തുല്യമല്ലെന്ന് ഞാൻ കണ്ടു. അവളുടെ മുമ്പിൽ സ്വർണം മണൽത്തരി മാത്രം, വെള്ളി കളിമണ്ണും. ആരോഗ്യത്തെയും സൗന്ദര്യത്തെക്കാൾ അവളെ ഞാൻ സ്നേഹിച്ചു. പ്രകാശത്തേക്കാൾ കാമ്യമായി അവളെ ഞാൻ വരിച്ചു. അവളുടെ കാന്തി ഒരിക്കലും ക്ഷയിക്കുകയില്ല.
അവളോടൊത്ത് ഞാൻ നന്മകളും എണ്ണമറ്റ ധനവും എനിക്ക് ലഭിച്ചു. അവയിലെല്ലാം ഞാൻ സന്തോഷിച്ചു. ജ്ഞാനമാണ് അവയെ നയിക്കുന്നത്, എങ്കിലും അവളാണ് അവയുടെ ജനനി എന്ന് ഞാൻ ഗ്രഹിച്ചില്ല. കാപട്യമന്യേ ഞാൻ ജ്ഞാനം അഭ്യസിച്ചു, വൈമനസ്യമന്യേ അത് പങ്കുവച്ചു. ഞാൻ അവളുടെ സമ്പത്ത് മറച്ചു വയ്ക്കുന്നില്ല, അത് മനുഷ്യർക്ക് അക്ഷയനിധിയാണ്. ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദവും നേടുന്നു. അവളുടെ പ്രബോധനം ധനം അവരെ അതിന് യോഗ്യരാക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. എൻ്റെ ഹൃദയം ജീവനുള്ള ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു. എൻ്റെ ഹൃദയം ജീവനുള്ള ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കും. സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം! എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കണത്തേക്കാൾ വാഞ്ചിച്ച് തളരുന്നു. എൻ്റെ മനസ്സും ശരീരവും ജീവിക്കുന്നവനായ ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു. എൻ്റെ ഹൃദയം ജീവനുള്ള ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു. എൻ്റെ രാജ്യവും ദൈവവുമായ സൈന്യങ്ങളുടെ കർത്താവേ, കുരുവിപ്പക്ഷി ഒരു സങ്കേതവും മീവൽ പക്ഷിക്കുഞ്ഞ് ഒരു കൂടും അങ്ങയുടെ ബലിപീഠത്തിങ്കൽ കണ്ടെത്തുന്നുവല്ലോ. എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. എൻ്റെ ഹൃദയം ജീവനുള്ള ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു. അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം ആയിരിക്കുന്നതിൽ കൂടുതൽ അഭികാമ്യമാണ്. ദുഷ്ടതയുടെ കൂടാരങ്ങളിൽ വാഴുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഹൃദയം ജീവനുള്ള ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു. എന്തെന്നാൽ ദൈവമായ കർത്താവ് സൂര്യനും പരിചയമാണ്. അവിടുന്ന് കൃപയും ബഹുമതിയും എനിക്ക് നൽകുന്നു. പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കുകയില്ല. സൈന്യങ്ങളുടെ കർത്താവെ, അങ്ങയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. എൻ്റെ ഹൃദയം ജീവനുള്ള ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീഡ അനുഭവിക്കുന്നു. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് ദൈവഹിതം അനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി.
പ്രാർത്ഥിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമർപ്പിക്കുകയും ചെയ്യും. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. തിരുനാൾ പകുതിയായപ്പോൾ യേശു ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി. ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവന് ഇത്ര അറിവ് എവിടെ നിന്ന് കിട്ടി എന്ന് പറഞ്ഞ് യഹൂദർ വിസ്മയിച്ചു. യേശു പറഞ്ഞു, എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല, എന്നെ അയച്ചവൻ്റേതത്രേ. അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാൻ മനസ്സുള്ളവൻ ഈ പ്രബോധനം ദൈവത്തിൽ നിന്നുള്ളതോ അതോ ഞാൻ സ്വയം നൽകുന്നതോ എന്ന് മനസ്സിലാക്കൂ. സ്വമേധയാ സംസാരിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു, എന്നാൽ തന്നെ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാണ്. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കുവാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സ്വർഗീയ രാജാവേ, അങ്ങയുടെ സേവനത്തിനായി ജീവാർപ്പണം ചെയ്ത വിശുദ്ധ അമ്മ ത്രേസ്യയിൽ അങ്ങ് സംപ്രീതനായല്ലോ. അതുപോലെ അങ്ങയുടെ മഹത്വത്തിനായി ഞങ്ങൾ കൊണ്ടുവരുന്ന ഈ ബലിവസ്തുക്കളെയും അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ മഹത്വം കൈവരിച്ച അങ്ങയുടെ വിശുദ്ധരെപ്പറ്റി ധ്യാനിക്കുന്ന ഞങ്ങൾ
അങ്ങയെ എപ്പോഴും എല്ലായിടത്തും സ്തുതിക്കുകയും അങ്ങയിൽ നിന്ന് ലഭിച്ച ദാനങ്ങൾക്കായി നന്ദി പറയുകയും ചെയ്യുക ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വിശുദ്ധ ത്രേസ്യായുടെ സ്മരണ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ അവളോടൊത്ത് അങ്ങേ കാരുണ്യത്തെ പാടിപ്പുകഴ്ത്തുക ഞങ്ങളുടെ പ്രത്യേക ആനന്ദമാകുന്നു. അങ്ങാണല്ലോ സത്യവും ജീവനുമായ ദൈവം. നന്മയും ജ്ഞാനവുമായ അങ്ങ് എല്ലാ വസ്തുക്കളെയും അങ്ങയുടെ സാന്നിധ്യത്താൽ നിറയ്ക്കുകയും കൃപാവരം വഴി ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ സ്നേഹം അപരിമേയമാണെന്ന് മാംസം ധരിച്ച ക്രിസ്തുനാഥൻ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അവിടുന്ന് ഞങ്ങളുടെ ആത്മസുഹൃത്തും മണവാളനും സഭാവിശുദ്ധിയുടെ വറ്റാത്ത ഉറവയുമായി തീർന്നു. ആകയാൽ ഞങ്ങളങ്ങയെ അനവരതം ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നതോടൊപ്പം ഭൂമിയും സ്വർഗവും ഒന്നുചേർന്ന് പ്രപഞ്ച സൃഷ്ടിയുടെ നവ്യഗാനം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും പിണ്ടലവും ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൾ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവെ, അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീര രക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാനിടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും മഹിമേറിയ രക്തസാക്ഷികളോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതയായ വിശുദ്ധ അമ്മത്രേസ്യയോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാനോടും വിശുദ്ധ കൊച്ചുത്രേസ്യയോടും മറ്റെല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുൻപിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളേണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായി ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായി നിർഭയം നമുക്കൊന്ന് ചേർന്നാലപിക്കാം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പസ്തോലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ
അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കും. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, തൻ്റെ സ്നേഹത്തിലേക്കും പൂർണ്ണതയിലേക്കും നമ്മെ ക്ഷണിക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവെ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപയിലുള്ള ദിവ്യകാരുണ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങനെ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. സന്നിധാനം യേശുവേ
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്വർഗീയ ഭോജനം നൽകി പരിപോഷിപ്പിക്കുന്ന ഈ കുടുംബത്തെ അങ്ങ് കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ അമ്മയായ വിശുദ്ധ ത്രേസ്യയുടെ ജീവിത മാതൃക അനുകരിക്കുവാനും അങ്ങയുടെ കരുണാസമ്പൂർണമായ സ്നേഹം നിത്യം പാടിപ്പുകഴ്ത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോയി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും ജീവിക്കുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ഏറ്റവും സ്നേഹത്തോടെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ സംരക്ഷണം ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം നിനങ്ങൾ തരണമേ. ഞങ്ങളുടെ തെറ്റിയങ്ങളോട് വിശ്വസിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പ്രതിമയെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സുമമേ